ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ പരാതിക്കാരിയായ സ്ത്രീ ഉന്നയിച്ചത്. ആ ആരോപണം അന്ന് മന്ത്രിസഭയിൽ തിരിച്ചെത്താൻ കഴിയാത്തതിന്റെ വൈരാഗ്യത്തിൽ KB ഗണേഷ് കുമാർ പറഞ്ഞിട്ട് കെട്ടിച്ചമച്ചതാണ് എന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിനെ താങ്കൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ആദ്യം മുതൽ എല്ലാം ഏകദേശം നേരിട്ട് കണ്ട് അറിഞ്ഞു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ശരണ്യ മനോജിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രശ്നം, സരിത എഴുതി എന്ന് പറയുന്ന കത്തുണ്ടല്ലോ, ആ കത്തിനകത്ത് ഞാൻ കണ്ടതാണ്, ആ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ല. ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പിന്നെ ഇങ്ങനെ രണ്ടാമത് ആ പേര് വന്നത് എഴുതി ചേർത്തതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഈ കത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ പത്തനംതിട്ട വെച്ച് സരിത പത്രസമ്മേളനം നടത്തിയാണ് ഈ കത്ത് പൊക്കി കാണിച്ചത്. ആ കത്തിനകത്ത് ഞാനതിന് ഇടപെടാൻ കാരണം, ജോസ് കെ മാണിക്കെതിരെ ഞാൻ വർത്തമാനം പറഞ്ഞതിന് ജോസ് കെ മാണി പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് DGPക്ക് എനിക്കെതിരായിട്ട് പരാതി കൊടുക്കാൻ തീരുമാനിച്ച പത്രത്തിൽ കണ്ടു. രസം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി പത്തനംതിട്ട പത്രസമ്മേളനത്തിന് എഴുതി പൊക്കി കാണിച്ചപ്പോൾ അവിടെ പത്രക്കാർ ചോദിച്ചപ്പം ജോസ് കെ മാണിയുടെ പേരില്ലെന്ന് പറഞ്ഞു. പക്ഷേ ജോസ് കെ മാണിയുടെ പേര് അതിനകത്തുണ്ട് എന്നെനിക്ക് പത്രക്കാർ തന്നെ പറഞ്ഞെനിക്ക് അറിവ് കിട്ടി. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ തിരുവനന്തപുരം പത്രക്കാരോട് പറഞ്ഞു വെച്ചിരുന്നു. തിരുവനന്തപുരം പത്രക്കാരെ കാണാനായിട്ട് ഈ സരിത വന്നു. അവർ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അതിനകത്ത് ജോസ് കെ മാണിയുടെ പേരുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനകത്തെങ്കിലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ സരിത ഇങ്ങനെ മാസിക ഇങ്ങനെ ഇത് കാണിച്ചു. ഇങ്ങനെ കാണിച്ചപ്പോൾ പുറകെ ഇരുന്ന ഫോട്ടോ ക്യാമറയ്ക്കകത്ത് കിട്ടി 6ാമത്തെ പേജ് ജോസ് കെ മാണിയുടെ പേരുണ്ട്. ഞാനിതുകൊണ്ട് എല്ലാം ഓർത്തിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ആദ്യം കൊടുത്ത കത്തിനകത്ത് ഉമ്മൻചാണ്ടി ഇല്ല, പിന്നീട് ഉമ്മൻചാണ്ടി വന്നു. ഇതിനകത്തൊരു സത്യം ഞാൻ നമ്മുടെ ഗണേശൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരു അനിയനെ പോലെ എനിക്ക്. പക്ഷേ ഗണേശൻ രാജിവെക്കാനിടയായ കാര്യം എന്താ? ഗണേശൻ രാജിവെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സരിത തന്നെയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് നിയമസഭ ഉന്നയിച്ചത്, തർക്കം ഉണ്ടായതാണ്. ഗണേശൻ സരിതയെ ഭാര്യയായിട്ട് അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതമായിരുന്നവർ. അതിനിടയ്ക്ക് ഒരു കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ, ഗണേശൻ വേറെ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായി. ആ പെൺകുട്ടിയെ ഒരു പാർട്ടി വെച്ച് പരിചയപ്പെട്ട സ്ത്രീയാണ്. അവരെ ഗണേശൻ വീട്ടിൽ വിളിച്ചു വരുത്തി. ഇത് നേരിട്ട് മനസ്സിലാക്കിയ ഭർത്താവിന്റെ ആരോപണങ്ങളാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. എനിക്ക് ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വമില്ല. താങ്കൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണല്ലോ ഈ പറയുന്നതെല്ലാം അല്ലേ? അല്ല കേട്ടോ നിഷ, ഇത് PC ജോർജ് MLA ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്, ധൈര്യമായിട്ടിരുന്നു. ആ പെൺകുട്ടി ആ സ്ത്രീയുടെ പേരിൽ പ്രശ്നമായപ്പോഴത്തെ അവിടെ ഭർത്താവിനെ അറിയിച്ചനുസരിച്ച് ഭർത്താവ് നേരെ തിരുവനന്തപുരത്തെത്തി, ആരെ അറിയിച്ചില്ല വന്നെന്നുള്ളത്. വീണ്ടും ഈ സ്ത്രീ ഗണേശൻ്റെ വീട്ടിൽ വന്നു. ഭർത്താവ് അങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നു, എടുത്തിട്ട് ഗണേശനെ പെരുമാറിയപ്പോൾ അതെല്ലാം ഫോട്ടോ ചെയ്തുകൊണ്ടെന്ന് ഗണേശൻ ആ ഭർത്താവിൻ്റെ കാലെ പിടിച്ച് ക്ഷമ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് ഗണേശൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നത്, അവിടെ ചെല്ലുന്നത്. ഗണേശൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തി. ഗണേശൻ്റെ ഭാര്യ വരുമ്പോൾ ഗണേശൻ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാലെ പിടിച്ച് കരയുക. അവിടെ വെച്ചാണ് ഗണേശൻ്റെ ഭാര്യ ഇവനുമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞത്. അങ്ങനെയാണ് ഗണേശനും ഭാര്യയായിട്ട് പിണക്കം. അത് ഞാൻ ഇടപെട്ട കാര്യം വീണ്ടും പറയാം. ഇത് കഴിഞ്ഞ് ഗണേശൻ എന്ത് ചെയ്തു, നമ്മുടെ മേക്കപ്പ് മാനെ വരുത്തിയിട്ട് കുത്തും വെട്ടും കിട്ടിയതായിട്ട് പാടൊക്കെ ഉണ്ടാക്കിയിട്ട് പത്രക്കാർ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു, ചാനലിലും. പക്ഷേ ഫോട്ടോയ്ക്കകത്തേ ഉള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് നേരെ ഗണേശൻ നിയമസഭയിലോട്ട് വന്നു. അപ്പം ഞാൻ ഗണേശനെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയി. ഞാൻ പോയി ഗണേശനെ കാണിച്ചത്, നീ മര്യാദയാണ്, നിൻ്റെ ശരീരത്തിൽ പരിക്കുണ്ടെന്ന് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അതങ്ങ് ചേട്ടൻ അങ്ങനെ പറയും എന്ന് പറഞ്ഞ് നേരെ ഗണേശനകത്ത് പോയി. മന്ത്രിയാന്ന് ഓർക്കണം. അവിടെ മന്ത്രിയായിട്ടിരുന്ന് വെച്ചാൽ ഉടനെ തന്നെ ഗണേശൻ ഞാൻ നോക്കി പുറത്തോട്ട് പോകും. ഞാൻ ഉടനെ ഓടിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നേ? ഗണേശൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരം കോടതിയിൽ ഭാര്യയ്ക്കെതിരെ ഉൾപ്പെടെ എല്ലാം മൊഴി കൊടുക്കാൻ കേസെടുപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കേസെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഭാര്യ കുറ്റക്കാരിയാകുകയാണ്, മനസ്സിലായില്ലേ? ഞാൻ നീ കാണിക്കുന്ന തെറ്റാണ്, നീ ശിക്ഷ അനുഭവിക്കുമെന്ന് പറഞ്ഞു. നേരെ ഞാൻ ഇപ്പുറം ഗണേശൻ്റെ ഭാര്യയും അവർ ജീവിച്ചിരുമ്പോൾ വിളിച്ച് ചോദിച്ചോളൂ. ഗണേശൻ്റെ ഭാര്യയെ വിളിച്ചു, മോളെ നീ വേഗം തിരുവനന്തപുരത്തുണ്ട് അവരെ കേസ് കൊടുത്തോണം, ഇല്ല ഗണേശൻ നിനക്കെതിരെ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൾ 100 മൈൽ ഓടിച്ചെന്നൊരു വനിതാ വക്കീലുമായിട്ട് നേരെ പോയി. അവൾ ആദ്യം മൊഴി കൊടുത്തു. ഗണേശൻ പ്രതിയായി. പിന്നെ നിയമസഭയോട്ട് വന്നു, രാജിവെക്കലേ മാർക്കുള്ളൂ.
പെൺകുട്ടിയുടെ ഭാര്യയുടെ സ്ത്രീപീഡന കേസിൽ പ്രതിയായിട്ട് മന്ത്രി തുടരാൻ പറ്റുമോ? രാജിവെക്കേണ്ടി വന്നു. ഇതാണ് മന്ത്രിയായ ഗണേശൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം. ഇത് മുഴുവൻ എനിക്കറിയാം. ഇത് മുഴുവൻ ഞാൻ ഉത്തരവാദിത്വം വെക്കുക. ഈ ശരണ്യ മനോജിൻ്റെ വെളിപ്പെടുത്തലുള്ള ഇപ്പോൾ പ്രശ്നം നിശ്ചയം ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എന്നാ ഇത്ര വലിയ വിഷമം? ഒരു 2 മാസമായിട്ട് പെൺവിഷയം മാത്രമുള്ളല്ലോ മോളെ. എനിക്ക് മനപ്രയാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സരിത, മറുഭാഗത്ത് തന്നെ സ്വപ്ന സുരേഷ്. ഒരു നിമിഷം ശ്രീ പി സി ജോർജ്, നമുക്ക് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ആരോപണങ്ങളുടെ വസ്തുതകളിൽ തന്നെ പോകണം. താങ്കൾ ഇത്രയും ഉത്തരവാദിത്തോടു കൂടി ഇതെല്ലാം അറിയുന്ന ആളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആദ്യം എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നു എന്ന് പി സി ജോർജിന് എങ്ങനെയാണ് ഉറപ്പ്? ആ സരിത എന്നെ വിറി വന്ന് എന്നെ കാണിച്ചു. അതുകൊണ്ട് അല്ലാതെ എന്താ? സരിതയുടെ ഇത് കത്ത് ഞാൻ കണ്ടു. അതായത് ഈ പരാതിക്കാരി കത്തുമായിട്ട് താങ്കളുടെ അടുത്ത് വന്നിട്ടുണ്ട്, താങ്കളെ കാണിക്കുകയും ചെയ്തു. പത്രക്കാരോട് പറഞ്ഞില്ലേ? എന്റെ പോലും വളരെ സംശയം വേണ്ട. സരിത എന്ന് പറയുന്ന സ്ത്രീ വളരെയേറെ കഴിവുള്ളൊരു പെൺകുട്ടിയാണ്. അത് വളരെ വ്യക്തമായി അതുകൂടെ പറഞ്ഞു തരാം. 39 രൂപ സംസ്ഥാനത്തെ ഇതും കേന്ദ്രത്തിന് 51,000 രൂപയായി സബ്സിഡി. അങ്ങനെ 90,000 രൂപയ്ക്ക് കേരളത്തിൽ എല്ലാ ഭവനങ്ങളിലും സൗരോർജ്ജ പാനൽ സ്ഥാപിക്കാനുള്ള വലിയ പ്രോജക്റ്റുമായിട്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിയത്. അത് എൻ്റെ അടുത്ത് വന്നതാണ്. അത് നമ്മുടെ അന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെ എല്ലാം പുറകെ പോയി. എല്ലാവരും ആ കൊച്ചിനെ പിച്ചി ചിന്തി കരഞ്ഞുകൊണ്ട് എന്റെ മുറി വന്നിരുന്ന് ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? ഈ അടുത്ത കാലത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് അവർ ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഈ കത്തുമായി ഇവരെപ്പോഴാണ് ശ്രീ പി സി ജോർജിനെ കാണാൻ വന്നത്? ഞാൻ ഈ ഡേറ്റ് ചോദിച്ചാൽ പറയാനിരിക്കാറുണ്ട്. ഡേറ്റ് ഇതിനെ പറയാനിരിക്കരുത്തില്ല. വേറൊന്ന് മനസ്സിലാക്കിയോളൂ. ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് സ്ത്രീകളുടെ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ആ ജയിലിൽ ചെന്നിരുന്നു. അറിയത്തില്ല, പറഞ്ഞേക്കാം. അത് വലിയ കുഴപ്പമുണ്ടായ കേസാണ്. ഞാൻ അവിടെ ചെന്നത് കൊല്ലത്തു നിന്നുള്ള എൻ്റെ പാർട്ടി പ്രവർത്തകർ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ജാമ്യം വേണ്ട എന്ന് വാശി പിടിച്ചതിൻ്റെ പേരിൽ കൊല്ലത്ത് നിന്ന് ജഡ്ജിക്ക് അരിശം വന്നിട്ട് അവരെ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സ്ത്രീകളുടെ ജയിലിലേക്ക് അയച്ചതാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി ഞാൻ ആ ജയിലിൽ ചെന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഡേറ്റ് നോക്കി പറയാൻ നിഷ ഇതെല്ലാം ഒരു നിമിഷം ശ്രീ പി സി ജോർജ്, ഞാൻ മടങ്ങി